കുരങ്ങന്മാരെ പോലെ ഇവിടെ കാണുന്നില്ലല്ലോ. അവർക്ക് ഉറക്കമായിരിക്കും. നമ്മൾ രാവിലെ വന്നതല്ലേ. അവിടുത്തെ ഫുഡൊക്കെ അടിച്ചിട്ട് പോയായിരിക്കും. വേറെ ഒരു വണ്ടിയില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. മുമ്പേ അല്ലേ ആ വെള്ളക്കാറ് പോയത് അല്ലേ? നമ്മളെ പറയില്ല. അതെ, കുഴി നമുക്ക് അറിയാമല്ലാണ്ട് ഇവിടെയൊക്കെ പണ്ട് കാന ഇറങ്ങിയ സ്ഥലമാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് ഈ വളവിലൊക്കെ എന്തോന്ന് പറഞ്ഞാൽ ആനച്ചൊരുക്കുണ്ട്. പണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കഷ്ടം പണ്ടുണ്ടായിരുന്നു. ആ ആനക്കാഷ്ടം കിടന്നിട്ട് നടന്നതാണ്. ഭയങ്കര ഫോറസ്റ്റുകാർ ഉപദേശമൊന്നും തന്നൊന്നുമില്ലേ പാസ് എടുക്കാൻ ചെന്നപ്പം? എന്തുപദേശം? അതിനെ സജീവേ ഇവിടെ എങ്ങനെയൊക്കെ പോകണം, അതിൻ്റെ റൂളുകൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഈ ആന കഴിക്കില്ലേ? സജീവിന്റെ തല നോയിക്കോ കേട്ടാ. ഇവിടെ ആന പിടിച്ചിട്ടാകുന്നുണ്ടോ? ഇവിടെ ഉണ്ട് ആന ഉണ്ട് ഇവിടെ. നമ്മളവിടെ നിന്ന് കുറെ കീരി കുഞ്ഞുങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നു. നമ്മുടെ വാരിപ്പള്ളി ഇഷ്ടം പോലെ ഉണ്ട്. പിടിച്ച് ഇവിടെ കൊണ്ടാക്കാം. ഇതിന്റെ വിളിയാക്കുന്നുണ്ട് കേട്ടോ. മലമുഴക്കി ദൂരെ എവിടെ കേൾക്കുന്നു. ഈ വളവിലൊക്കെ അമ്മരെ കാഷ്ടം കൂടുതൽ കിടക്കുന്നത്. കാഷ്ടം ആനപ്പിണ്ടികൾ കൂടുതൽ കിടക്കുന്നത് ഉണ്ട്. അടുത്ത വളവില് ആനപ്പിണ്ടി ഉണ്ട്. ഇതൊക്കെ അത്ര വലിയ വല്ലാത്ത കുഴിയാണ് കേട്ടോ. സജീവേ അമ്മ കള്ള് കൊണ്ടാന്ന് ചോദിച്ചോ? അതൊന്നും ചോദിച്ചില്ലല്ലോ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആ പാസ് നമ്മുടെ കയ്യിലുണ്ടോ? ഇവിടെയൊക്കെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അത് രാത്രി വരുമ്പോൾ അറിയാൻ വേണ്ടിയാണ്. കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത് ഓണായോ? നിൻ്റെത് ഓണായി. ഇവിടെ പതുക്കെ പോട്ട് ആനക്ക് വേണ്ടി കിടക്കും. എന്നെ വളവിലാണ് അവന്മാരൊന്നും സാധിക്കുന്നത്. ഇവിടെ പുതിയ സാധനങ്ങൾ കിടക്കുന്നു. ഇവന്മാർ ഈ വളവിൽ വന്നൊന്നും സാധിക്കുന്നത് എന്തത്? എന്തോന്നു കയ്യിലോട്ട്
മറ്റേ അതേ കപ്പലണ്ടിയുടെ മസാല, അതേ മസാല അണ്ടിപ്പരിപ്പിലിട്ടല്ലേ? ഇവിടെയൊക്കെ ഉണ്ട് കാഷ്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഹോൺ അടിക്കില്ല കേട്ടോ, ആന കണ്ടാലേ ഹോൺ അടിക്കരുത്, ലൈറ്റ് ഇടും. അവന്മാർക്ക് ഇഷ്ടമല്ലേ? പിന്നെ പേടിക്കാൻ ചെയ്തത്. ലൈറ്റ് ഇട്ടാൽ എന്താണ് അതിൻ്റെ ആകർഷിച്ച് വരുമല്ലോ. അതിനെ വിട്ടേക്ക് അതുകൊണ്ട് ഇവിടെ കീറൊക്കെ വലിച്ചിട്ടേക്കുന്നു. നമ്മളിപ്പോൾ ഇതിനകത്ത് കയറി 10 കിലോമീറ്റർ ഓടിയ കേട്ടോ. ഇതിപ്പോൾ ഈ ഒന്നിനെയും തന്നെ കണ്ടില്ല. കുട്ടസഞ്ചി അതൊക്കെ ഇവിടെ കിടക്കുന്നത്, കുട്ടവഞ്ചി. ഇത് തന്നെ ഗവിയല്ലേ ഈ പോണത്? ഇത് തന്നെ എവിടെയാണ്? 3 കിലോമീറ്ററാണ് പറഞ്ഞിരുന്നത്. വഴി പക്കി ഈ ഗവിയിലെ അവിടെ ആള് താമസം ഇല്ല. അപ്പം മറ്റേ ലയം. ഓ ഇതൊരു ഒരു ഒരു പാതാളക്കുഴി കേട്ടണ്ണ, ഇതൊക്കെ ജീപ്പ് പോകണ വഴികളാണ്. നമ്മളെ വണ്ടി നല്ലതാണ്, പക്ഷെ ഈ KSRTC ഇതോടെയല്ലേ പോണപ്പം? നമ്മൾ കണ്ട KSRTC ഉണ്ട്. ഇവിടെയൊക്കെ ആനപ്പിണ്ടിയുണ്ട്. ബൈക്കാരനുണ്ടോ? നമ്മളെ നോക്കി പോവേണ അവൻ പതുക്കെ വന്ന ഓരോ വന്ന. Slowly, 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 slowly. ഉഡ്രിക്കൽ നല്ല പേരല്ലേ, ഉഡ്രിക്കൽ. എവിടെ വളവുണ്ടോ അവിടെ ഒരു കാഷനും ആനപ്പിണ്ടിയുണ്ട്. ഇവിടെ തേക്കടിയിൽ നിന്നൊക്കെ വരുന്ന ആനയായിരിക്കും അല്ലേ? നമ്മളവിടെ നിന്നാണ്ടേ ഒരിടത്ത് നല്ല ചുരുക്ക്, ആനച്ചെരുക്ക് നല്ല ചുരുക്ക് കിട്ടി. ലെഫ്റ്റ് സൈഡിലാണ്ട് സാധനം ഉണ്ടേ, ഇവിടെ ലെഫ്റ്റിൽ നിൽക്കുക, അവിടെ വെള്ളം ഉണ്ടേ. ഇതിലെ ഈ നാമ്പൊക്കെ കടിച്ച് തിന്നാൻ പറ്റും. ഭക്ഷണമാണ് ഈ ഈറ്റയൊക്കെ സ്വാഭാവികമായിട്ട് വളരുന്നതല്ലേ ഇവിടെ കിടന്ന്? ഓ പിന്നെ നട്ടു വളർത്തുക. നാച്ചുറൽ റെയിൻ ഫോറസ്റ്റ്, എവർ ഗ്രീൻ. നല്ല പവർ ലൈനൊക്കെ പോവില്ലേ ഇതിലൊക്കെ? കുരങ്ങന്മാരൊക്കെ കയറി ഷോക്കൊക്കെ അടിക്കുമല്ലോ. ഈ KSRTC എങ്ങനെ ഇതോടി പോണത്? ഇവനെന്ത് പോകാൻ വയ്യ, നമുക്കാണ് പോകാൻ പാടില്ലാത്ത. നമ്മുടെ ബാറ്ററി തട്ടും ഉഴിയിറങ്ങിയാൽ. ബാറ്ററിക്ക് ഡാമേജ് വരും അല്ലേ? അതിൻ്റെ കവർ ഡാമേജ് ആവും. ഇതിൻ്റെ കവറിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇട്ടിട്ട് പോയതേ ഉള്ളേ. ഇത് ഏതോ കുട്ടി ആനയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ സമതലമുണ്ട്.
താഴോട്ടൊക്കെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന പതുക്കെ പോട്ട് പതുക്കെ പോട്ട്. രാത്രി ഇതിനകത്ത് ഓടിക്കാൻ സമ്മതിക്കത്തില്ല എല്ലാവരും. രാത്രി മണിക്ക് വെളിയിലായിക്കോളണം. ഓ 5 മണിയാകുമ്പോൾ ഇവന്മാരെ വണ്ടി കറങ്ങുമായിരിക്കും. കണക്കൊന്നും കാണും. 30 വണ്ടിയെ കയറ്റി വിട്ടു. 30 വണ്ടി ഇറങ്ങിപ്പോയാൽ നോക്കുന്നുണ്ടാവും. ചവിട്ടിയിറക്ക്. നമ്മൾക്ക് പൈസ വാങ്ങിക്കുന്നത് ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തുകൂടെ? നമ്മളെ ഒരു ടയർ ഡിവൈഡറിൽ അടിച്ച് ബേസ്റ്റ് ചെയ്യും. അത് കാരണം 2 പുതിയ ടയർ ഞാൻ മേടിച്ചങ്ങ് ഇട്ടു. ഒരാ ടയറായിട്ട് മാറ്റണ്ടെന്ന് ചോദിച്ചു. ഇതെല്ലാം ഇപ്പൊ ട്യൂബ്ലെസ് അല്ലേ ഇപ്പം? ഫ്രണ്ടിൽ 2 പുതിയ അത് ഒട്ടിക്കുന്ന നല്ല ഇരിപ്പുണ്ടോ? പഞ്ചറായ ഒട്ടിക്കുന്ന സാധനമൊന്നുമില്ല. സ്റ്റെപ്പിനി ഉണ്ടോ? സ്റ്റെപ്പിനി ഉണ്ട്. നമ്മളെ സ്റ്റെപ്പിനിയൊക്കെ മാറ്റാൻ പഠിച്ചില്ലേ? ഞങ്ങള് 2 കൂടെ എയർ പമ്പ് ഉണ്ട്. എയർ പമ്പേ ഒരു ഇതിൽ നിന്ന് നമ്മളെ ബാറ്റിൽ നിന്ന് കണക്കിലാണ് എയർ പമ്പ്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും കൊണ്ടു നടക്കുകയല്ല. പമ്പുണ്ട്, ബെഡുണ്ട്. ഇതൊന്ന് ചാർജ് പമ്പ് ചെയ്യാന്നുള്ള ബെഡുണ്ട്. ഒരു ടെന്റ് നല്ല സ്ഥലം, അടിപൊളി വ്യൂ പോയിന്റ്സ്. കൂടെ അറിയുമോ? ഇതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിന് എന്തെങ്കിലും പരിപാടികളാണ്. റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കണം കേട്ടോ. ആ അവിടെ ഉണ്ട്, ചുവപ്പും പച്ചയും അല്ല കണ്ട. ഇവിടെ എന്തോ ജനറേറ്ററാണ്. ജനറേറ്റർ വന്നിട്ടങ്ങ് പോയി. മഴ പെയ്ത വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഇതിൽ അടിച്ചു. അതാണ് ഹൈപ്പർ വർക്ക് ചെയ്യും. അതിൻ്റെ ഹ്യൂമിഡിറ്റി. പ്രകൃതി നമുക്ക് വിരോധമായിട്ട് നിന്നില്ല അല്ലേ? അതുകൊണ്ട് ഇവിടെയൊക്കെ വണ്ടി വീണിട്ട് നശിച്ച് കിടക്കുന്നു കേട്ടോ. വണ്ടിയുടെ തുരുമ്പൊക്കെ എടുത്ത് കിടക്കുന്നു. നമ്മുടെ തണല് വെച്ച് വരാനുണ്ട് കേട്ടോ. കാരണം സ്ലോ ചെയ്തിട്ട് മുഖേന പോകുന്നില്ല. ഞാൻ സ്ലോ ചെയ്തിട്ട് അങ്ങനെ കയറി പോകണില്ല. വേറത്തില്ല, അവർക്കൊരു സെക്യൂരിറ്റിയാണ് നമ്മളെ വണ്ടിയെ. ആന ഉണ്ടോന്നുള്ള അതിന്റെ മറവിലാണ് വരുന്നത്. അയാൾ വണ്ടിയുടെ മറവിലെ വേക്കാര് വരും. കിളികളുടെ വിളികളെ കേൾക്കുന്നു. കിളികളുടെ കളകളാണ്. ഞാൻ പേടിക്കേണ്ട പുലിയേ ഉള്ളൂ. കടുവയും പുലിയൊക്കെ. കടുവ അറ്റം പുള്ളിലേക്ക് വരുന്നത് ഒറ്റ ചാട്ടത്തിന് വീഴുന്നുണ്ട്. സ്റ്റാൻഡേർഡ് മാറുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ വൃത്തിയാവുന്നു. ഗംഭീര ഫോറസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ ഫോറസ്റ്റ് ഉണ്ടോ? ഇതൊക്കെ ബോർഡറല്ലേ? തമിഴ്നാട്ടിലോട്ട് പോയല്ലേ? കാൽപാദം പോലെ ആയില്ല ഈ റോഡിന്റെ. അപ്പൊ ഇനിയും ഉണ്ടായി റോഡ്. നെറ്റും പോണ വഴിക്ക് കാണുമ്പോ നമ്മളെ ബാറ്ററി തീരും. കുറച്ച് ഓഫ് ചെയ്തിട്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാലും ഒപ്പിക്കാൻ പറ്റില്ല. ആ ബാറ്ററി അല്ല, ക്യാമറയുടെ ബാറ്ററി ഇഷ്ടം പോലെ ഉണ്ട്. 3 ബാറ്ററി ഉണ്ട് അഡീഷണൽ. ഇവിടെ വെള്ളം തെറിച്ചായിരുന്നു. ഇപ്പം നമ്മൾ ഗവി അല്ലല്ലോ,
നമ്മൾ അങ്ങോട്ട് കർണാടകയിൽ പോയ സ്ഥലം എന്താണ് ഹംപി പോണതിന് മുമ്പ് ഒരു ബാറ്ററി വാങ്ങിച്ചു, ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു. അവിടുത്തെ വീഡിയോകളൊക്കെ എടുക്കുന്ന അപ്പം മാറ്റണം. ഇത് നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ മാറ്റാൻ വീഡിയോ ഉടനെ തന്നെ കമ്പ്യൂട്ടർ കയറ്റാനൊന്നും കമ്പ്യൂട്ടറൊന്നും കൊണ്ടുവന്നില്ല. ഒരു ദിവസത്തെ ട്രിപ്പല്ലേ ഉള്ളൂ, ഇത്രയും കാര്യം ചെയ്യാൻ പറ്റും. ആയി ചിലപ്പോൾ കാണാൻ പറ്റില്ലേ അല്ലേ? ഇത് ഏത് ഡാമാണ്? നമ്മൾ ഇതാണ് വരെ കാണാൻ വന്ന ആ ഡാമാണ്. റോഡുകൾ കുളമാകുന്നു വീണ്ടും. ഇതാണ് കണ്ടത്. ഡാമിന്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ബോർഡുണ്ട് കേട്ടോ. ആ ബോർഡ് നല്ലപോലെ എടുത്തോണ്ട് അവനെ കയറ്റിപ്പോ. ഡാമിൽ കയറാൻ പറ്റും. ഈ ബോർഡ് എടുത്തോ കേട്ടോ, മൂഴിയാർ തന്നെ. ഞാൻ പറഞ്ഞില്ലേ മൂഴിയാർ ഡാമാണ്. ആ ബോർഡ് കാണുന്നുണ്ടോ? അവന്മാര് ഫോട്ടോ എടുത്തുകൂടാന്നൊക്കെ പറയും കേട്ടോ. അത് അല്ല അവിടെ ബോർഡ് വെച്ചിട്ടില്ല. അവിടെ ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ചെയ്യണം. ഇവിടെ ഡ്യൂട്ടി ചെക്ക് ചെയ്യാൻ എവിടെയാണ് നേരത്തെ വന്നത്? ലെഫ്റ്റ് ആണ്. അല്ല അവിടെ ഇവിടെ ഇടാൻ പറഞ്ഞു. അങ്ങോട്ടിടാം. എടുത്തൂടെ? ഓ എല്ലാവരുടെയും വേണോ? അണ്ണൻ്റെ പാസ്. ക്യാമറ താത്തുവി.